പെട്ടെന്ന് നിങ്ങളിൽ ഒരു പൂർണ്ണത അനുഭവപ്പെടും. കാരണം നിങ്ങളുടെ പ്രഭാവലയം ശുദ്ധിയാക്കും. വെള്ളം ശുദ്ധീകരിക്കാൻ പല വഴികളുണ്ട്. നിങ്ങൾ കുടിക്കുന്ന വെള്ളമെങ്കിലും രാസവസ്തുക്കളില്ലാത്ത രീതിയിൽ ശുദ്ധീകരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഉള്ളിലെ ആകാശ തത്വത്തെയാണ് ഇവിടെ ശുദ്ധീകരിക്കുന്നത്. ഒരു നിമിഷം നിങ്ങൾക്കൊരു പ്രത്യേക സ്വാതന്ത്ര്യം തോന്നും, ഉള്ളിൽ നിന്നുള്ള ഒരു മോചനം പോലെ. പ്രഭാവലയം ശുദ്ധമാക്കാൻ കടൽക്കാറ്റോ അല്ലെങ്കിൽ മലമുകളിലെ വായുവോ ആണ് എപ്പോഴും നല്ലത്. കാരണം അവിടെ തടസ്സങ്ങൾ ഏറ്റവും കുറവാണ്. വായു വരുന്നത് ശാന്തമായ തടസ്സങ്ങളില്ലാത്ത പ്രതലത്തിലൂടെയാണ്. തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളത്തിലൂടെ ഒരു ബോട്ട് പോകുന്നത് നോക്കിയാൽ അതിന് പിന്നിൽ ഓളങ്ങൾ കാണാം. കുറച്ച് കഴിഞ്ഞ് കാണില്ലെങ്കിലും മറ്റൊരു ബോട്ടിൽ നമ്മൾ അതിലൂടെ പോയാൽ ഓളങ്ങൾ ഉള്ളതുകൊണ്ട് അത് വല്ലാതെ ഉലയും. ഇപ്പോൾ മറ്റൊന്ന്, കരയിലൂടെ കാറ്റ് വീശുമ്പോൾ, പ്രത്യേകിച്ച് നഗരങ്ങളിൽ അവിടെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും. അപ്പോൾ കാറ്റിൻ്റെ ചലനവും വലുതായിരിക്കും. ഓളങ്ങളല്ല, ശരിക്കും അതുണ്ടാക്കുന്ന സംഘർഷങ്ങൾ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള വായു അത്ര ഗുണകരമല്ല. എന്നാൽ നിങ്ങൾ ഒരു ബീച്ചിൽ ചെന്നിരിക്കൂ. അപ്പോൾ ശാന്തമായി കാറ്റ് വീശുന്നുണ്ടെങ്കിൽ, കൊടുങ്കാറ്റല്ല കേട്ടോ, അവിടെ ഇരുന്നിട്ട് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ ജീവിതത്തിൽ വലിയൊരു സമാധാനം തോന്നും. അവിടെ തന്നെ ഇരുന്നാൽ മതിയെന്ന് തോന്നിപ്പോകും. എല്ലാ തിരക്കുകളും മറക്കും. ഫോണോ മെയിലോ ഒന്നും നോക്കാൻ തോന്നില്ല. പെട്ടെന്നൊരു പൂർണ്ണത അനുഭവപ്പെടും. കാരണം നിങ്ങളുടെ പ്രഭാവലയം കാറ്റിലൂടെ തന്നെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. പച്ചക്കറികൾ വെള്ളത്തിലിട്ട് കഴുകുന്നത് നല്ലതാണ്. പക്ഷേ രാസവസ്തുക്കൾ കലർന്ന വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രാസവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അതിൽ ചേർക്കുന്ന ക്ലോറിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളിത് മനസ്സിലാക്കണം. ഈ ഭൂമിയിലെ ജീവന്റെ രീതി അങ്ങനെയാണ്. ഒരു ജീവിക്ക് വിഷമായത് മറ്റൊരു ജീവിക്കും വിഷമായിരിക്കും. ചിലപ്പോൾ ഒരേ അളവിലായിരിക്കില്ല എന്ന് മാത്രം. ബാക്ടീരിയയെ കൊല്ലുന്നത് നിങ്ങളെയും ബാധിക്കും. കാരണം നിങ്ങളുടെ ശരീരത്തിൻ്റെ 52% ബാക്ടീരിയയാണ്. അത് നിങ്ങളെയും ഒരു വിധത്തിൽ ബാധിക്കുന്നുണ്ട്. പെട്ടെന്ന് മരിച്ചു വീണില്ലെങ്കിലും അത് ദോഷകരമാണ്. അതുകൊണ്ട് ബാക്ടീരിയയെ കൊല്ലുന്ന ആയുധം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെയും ഇല്ലാതാക്കുന്നുണ്ട്. എന്നിട്ടും നിങ്ങളത് ചെയ്യാൻ കാരണം ആളുകൾ വലിയ സമൂഹമായി ഒരിടത്ത് തന്നെ ജീവിക്കുന്നത് കൊണ്ടാണ്. അത് പരസ്പര സ്നേഹം കൊണ്ടല്ല. അത്യാഗ്രഹം, പ്രേരണകൾ, അങ്ങനെ പലതുമാവാം. ആളുകൾ ഒരിടത്ത് കൂടിയിരിക്കുമ്പോൾ പല തരത്തിലുമുള്ള പല വിധത്തിലുമുള്ള അശുദ്ധി ഉണ്ടാകാം. ഇത് തടയാനാണ് വെള്ളത്തിൽ രാസവസ്തുക്കൾ ചേർക്കുന്നത്. കാരണം അതുകൊണ്ട് അവയെ ഒഴിവാക്കണം. ഇതൊരു രാസയുദ്ധം പോലെയാണ്. ആ വെള്ളത്തിലുള്ള ജീവികൾക്കും നിങ്ങളുടെ ശരീരത്തിലെ ജീവികൾക്കും ഇടയിലുള്ള ഒരു യുദ്ധം. നിങ്ങളും ഒരു ജീവിയാണ്, അതിലും വിഷമടിക്കുകയാണ്. അപ്പോൾ ടാപ്പ് വെള്ളം നേരിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ക്ലോറിൻ കലർത്താത്ത വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യുന്ന പഴയ രീതി ഉപയോഗിക്കാം. നിങ്ങൾക്ക് മറ്റൊന്നും ലഭിക്കില്ല, ക്ലോറിൻ ഉള്ളതേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തു ചെയ്യും? അല്പം വിഭൂതിയും, അതായത് ഭസ്മം, പിന്നെ മഞ്ഞളും ചേർത്ത് പച്ചക്കറികൾ ഒരു 15-20 മിനിറ്റ് കുതിർത്ത് വയ്ക്കുക.
ക്ലോറിൻ കലർന്ന വെള്ളത്തിൽ കഴുകുന്നതിനേക്കാൾ ഇതിന് നല്ല ഫലം കിട്ടും. ഇന്ന് വെള്ളം ശുദ്ധീകരിക്കാൻ പുതിയ പല മാർഗങ്ങളുമുണ്ട്. പുതിയ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ പൊതുകിടങ്ങളിൽ അതൊന്നും പ്രായോഗികമല്ല. ഓരോ വീട്ടിലും പ്രത്യേകം ശുദ്ധീകരണ മാർഗങ്ങളുണ്ട്. അങ്ങനെയും നമുക്ക് ശുദ്ധീകരിക്കാം. കുടിക്കുന്ന വെള്ളമെങ്കിലും നമ്മൾ കുറഞ്ഞത് അങ്ങനെ ചെയ്യണം. രാസവസ്തുക്കൾ ഒന്നും ഉപയോഗിക്കാതെ. നിങ്ങൾക്ക് കുടിക്കുന്ന വെള്ളത്തിൽ മഞ്ഞളും വിഭൂതിയും ഇടാം. വിഭൂതി കൈവശമില്ലെങ്കിൽ മഞ്ഞളിടാം. അല്പം ഉപ്പും മഞ്ഞളും ഇടുന്നതും നല്ലതാണ്. അല്ലെങ്കിൽ വേപ്പില, അത് വീട്ടിലുള്ളത് നല്ലതാണ്. വേപ്പുണ്ടെങ്കിൽ ഒരേ വെള്ളം തന്നെ എന്നും ഉപയോഗിക്കാം. ഒരു പാത്രത്തിൽ നിറയെ വേപ്പില ഉണ്ടെങ്കിൽ എന്നും അതേ വെള്ളത്തിൽ നിങ്ങൾക്ക് പച്ചക്കറി കഴുകാം. വെള്ളമടച്ചു വെച്ചാൽ മതി. അത് ലോഹപാത്രമാണെങ്കിൽ വളരെ നല്ലത്. കോപ്പറോ ചെമ്പോ ആണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ സ്റ്റീലോ ഗ്ലാസോ ആയാലും മതി. അഗ്നി ഉപയോഗിച്ച് ശരീരം ശുദ്ധീകരിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ആശ്രമത്തിൽ ഇതിനെ ക്ലേശനാശനം എന്ന് പറയുന്നു. അതായത് ശരീരത്തിലെ അശുദ്ധികളെയെല്ലാം കത്തിച്ചു കളയുക. നമ്മുടെ ശരീരത്തിൻ്റെ ഘടന നോക്കിയാൽ അതിൻ്റെ ഏറ്റവും പുറം ഭാഗം ആകാശഘടകമാണ്. ഏതൊരു മനുഷ്യന് ചുറ്റും 12 മുതൽ 18 ഇഞ്ച് വരെ ഈ ആകാശതത്വമുണ്ട്. ഈ രൂപമുണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണിത്. ശരീരം ശുദ്ധീകരിക്കുന്നത് പ്രധാനമാണ്. ഒരു സാധാരണ കുളി പോലും ഒരുതരം ശുദ്ധീകരണമാണ്. ചർമ്മത്തിൻ്റെ പുറംഭാഗം കഴുകി വൃത്തിയാക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഇതിനോടകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തണുത്ത വെള്ളത്തിലുള്ള കുളി അത് ശരിക്കും അഴുക്ക് കളയാനുള്ള വെറുമൊരു ചർമ്മശുദ്ധീകരണമല്ല. അത് ശരിക്കും നിങ്ങളുടെ മനസ്സിനെ കൂടി ശുദ്ധീകരിക്കുന്നതാണ്, ചർമ്മത്തെ മാത്രമല്ല. അത് നമുക്ക് വലിയൊരു ഉന്മേഷം നൽകും. മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമോ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിഷമങ്ങളുണ്ടെങ്കിൽ ഷവറിന് താഴെ അല്പനേരം നിന്നാൽ മതി. അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വലിയൊരു ആശ്വാസം തോന്നും. ഇത് തണുത്ത വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ വീഴുന്നതുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ഞരമ്പുകളെയും ഈ തണുത്ത വെള്ളം ശാന്തമാക്കുന്നത് കൊണ്ടാണ്. അതിനുമപ്പുറം നിങ്ങളിലെ ആകാശിക തത്വം അവിടെ വൃത്തിയാക്കപ്പെടുന്നുണ്ട്. വെള്ളം കൊണ്ട് ശരീരം കഴുകുന്നത് പോലെ തന്നെ തീ കൊണ്ടും നമുക്ക് ശരീരം ശുദ്ധീകരിക്കാം. ഇതാണ് ക്ലേശനാശനക്രിയ. ഇത് ചെയ്യാൻ പരിശീലനം സിദ്ധിച്ചവർ കൃത്യമായ രീതിയിൽ ഇത് ചെയ്യുകയാണെങ്കിൽ, ശരിയായ പാതയിലാണെങ്കിൽ, ആദ്യം വെറുമൊരു തീ മാത്രമായിരിക്കും നിങ്ങൾക്ക്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉള്ളിലൊരു മോചനം അനുഭവപ്പെടും. നിങ്ങളെ അലട്ടിയിരുന്ന എന്തോ ഒന്ന് വിട്ടൊഴിഞ്ഞതുപോലെ തോന്നും.